അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. നമസ്കാരം. ഇടുക്കി നെറ്റ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇടുക്കി നെറ്റ് വിഷന്റെ ക്രിസ്തുമസ് ദിനാശംസകൾ. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഔദ്യോഗിക വിഭാഗം പിടിച്ചടക്കി. 16-ൽ 14 കമ്മിറ്റി അംഗങ്ങളും ഔദ്യോഗിക പക്ഷക്കാർ. VR സജിയെ കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച 3 പേർ ഒഴിവായി. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് മാഫിയ ബന്ധം ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. എക്സൈസ് വകുപ്പ് അഡീഷണൽ കമ്മീഷണർ സാക്ഷിമൊഴി തിരുത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് പരാതി ഉയരുന്നത്. എക്സൈസ് കസ്റ്റഡിയിൽ നിന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെട്ടു. വാറ്റുകേസിൽ പിടിയിലായ അച്ചക്കട പല്ലാമറ്റത്തിൽ സുരേഷ് മണിയാണ് കടന്നുകളഞ്ഞത്. ഇടുക്കിയിൽ കണ്ടത് മാവോയിസ്റ്റുകളെയല്ലെന്ന് പോലീസ്. എന്നാൽ മാവോയിസ്റ്റുകൾ ജില്ലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണങ്ങൾ നിറച്ച വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വരവായി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകളിലേക്ക് വിശദമായി. CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഔദ്യോഗിക വിഭാഗം പിടിച്ചടക്കി. 16-ൽ 14 കമ്മിറ്റി അംഗങ്ങളും ഔദ്യോഗിക പക്ഷക്കാർ. VR സജിയെ കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് 3 പേർ ഒഴിവായി. CPM ഏരിയ കമ്മിറ്റി ഔദ്യോഗിക പക്ഷം പിടിച്ചടക്കിയതോടെ നാമമാത്രമായ വിമതപക്ഷത്തിന് 3 പ്രതിനിധികൾ ഒഴിവായി. ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടെ VR സജിയെ സെക്രട്ടറിയായി ഔദ്യോഗിക പക്ഷം പ്രഖ്യാപിച്ചതോടെ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ഏതാനും പ്രതിനിധികൾ സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ഏരിയ കമ്മിറ്റി പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് VR സജിയെ സെക്രട്ടറിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ആളുകൾ രാജിവെച്ചതായി ദൃശ്യമാധ്യമങ്ങളിൽ തെറ്റായ വാർത്ത നൽകിയതിനെതിരായും സമ്മേളനത്തിൽ പരാമർശം ഉണ്ടായി. VR സജി സെക്രട്ടറിയായ കട്ടപ്പന ഏരിയ കമ്മിറ്റിയിൽ N ശിവരാജൻ, മാത്യു ജോർജ്, PB ഷാജി, ജോർജ് ജോസഫ്, MC ബിജു, റോയി മാത്യു, ടോമി ജോർജ്, SS പാൽരാജ്, BR സാബു, PK ഷാജി, PS ഉദയൻ, റെജി ജോസഫ്, KP സുമോദ്, പൊന്നമ്മ സുഗതൻ, സുധർമ്മ മോഹനൻ എന്നിവരാണ് അംഗങ്ങൾ. കട്ടപ്പന ഏരിയ സെക്രട്ടറി ആയിരുന്ന KR സോദരനെ വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയിലേക്ക് മാറ്റി. കാഞ്ചിയാറിൽ നിന്നുള്ള ജോർജ് ജോസഫ് തെക്കൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി VR സജിയുടെ പേര് നിർദ്ദേശിക്കുകയും കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി PK ഷാജി പിന്താങ്ങുകയും ചെയ്തു.
PC തങ്കച്ചൻ സെക്രട്ടറിയായ 15-അംഗ വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയിൽ KR സോദരൻ, PK രാമചന്ദ്രൻ, V ധർമ്മരാജൻ, K സോമശേഖരൻ, ML ബാബു, KS വിജയൻ, TS ബിസി, സിസ്ലി ജോസ്, CB അബ്രാഹാം, സുമോദ് ജോസഫ്, M നാഗയ്യ, മെറിൻ ജോൺ, സതീഷ് ചന്ദ്രൻ, MA മാത്യു എന്നിവരാണ് അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് കട്ടപ്പന. എക്സൈസ് കസ്റ്റഡിയിൽ നിന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെട്ടു. വാറ്റുകേസിൽ പിടിയിലായ അച്ചക്കട പല്ലാമറ്റത്തിൽ സുരേഷ് മണിയാണ് കടന്നുകളഞ്ഞത്. കട്ടപ്പന എക്സൈസ് പാർട്ടി കമ്പമട്ടി അച്ചക്കടയിൽ നിന്നും ചാരായം വാറ്റുന്നതിനിടയിൽ പിടികൂടിയ അച്ചക്കട പല്ലമറ്റത്തിൽ സുരേഷ് മാണിയാണ് ഡ്യൂട്ടിക്കാരെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടത്. ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട പ്രതി ടോയ്ലറ്റിൽ വെള്ളമില്ലാതിരുന്നതിനാൽ ഡ്യൂട്ടിക്കാരിൽ ഒരാൾ വെള്ളം കലത്തിൽ നിന്നും പകർത്തിയ സമയത്തെ മറ്റൊരു പാറാവുകാരനെ തള്ളി താഴെയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രതി രാവിലെ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യം ഉന്നയിച്ച് ടോയ്ലറ്റിൽ പോയി തത്സമയം ഉദ്യോഗസ്ഥരെ തള്ളിയിട്ട് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം പ്രതി ഇയാളുടെ വീട്ടിൽ വെച്ച് ചാരായം വാറ്റുന്നതിനിടയിലാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 1.5 ലിറ്റർ ചാരായവും 35 ലിറ്ററോളം കോടയും പിടിച്ചെടുത്തു. ഇയാളെക്കുറിച്ച് നിരന്തരമായ പരാതിയെ തുടർന്ന് 2 മാസക്കാലമായി എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു. ഈ റേഞ്ച് ഓഫീസിൽ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ എന്ന് മാത്രമല്ല, കാലങ്ങളായി 2005 മുതലെടുത്ത കേസുകളുടെ മുഴുവൻ തൊണ്ടി സാധനങ്ങളിതായി കിടക്കുന്ന സാധനങ്ങളെല്ലാം 2005 മുതലെടുത്ത കേസുകളുടെ തൊണ്ടിയാണ്. പരിമിതമായ സൗകര്യങ്ങളുള്ളതുകൊണ്ടും തൊണ്ടിമുറിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ടും ഈ സാധനങ്ങളെല്ലാം വെളിയിൽ കിടക്കുന്നു. ഈ കിടക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അന്ന് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരൻ്റെ അച്ചടക്ക നടപടി വരികയും സസ്പെൻഷൻ നേരിടുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. റൈഡിന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെജി ജോസഫ്, പ്രിൻസ് എബ്രഹാം, ജെയിംസ് മാത്യു, PB രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് മാഫിയ ബന്ധം ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. എക്സൈസ് വകുപ്പ് അഡീഷണൽ കമ്മീഷണർ സാക്ഷിമൊഴി തിരുത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് പരാതി ഉയരുന്നത്. എക്സൈസ് വകുപ്പ് അഡീഷണൽ കമ്മീഷണർ സാക്ഷിമൊഴികൾ തിരുത്തി കോടതിയിലും സർക്കാരിലും റിപ്പോർട്ട് സമർപ്പിച്ചതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇടുക്കി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ വർഗീസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ സാക്ഷിമൊഴികളാണ് തിരുത്തപ്പെട്ടത്. രാജാക്കാട് തെങ്ങുംകുടിയിൽ അനിൽ എന്നയാളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിനു മുന്നിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്ത കേസാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 34 പേരാണ് കേസിനു വേണ്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരി സംഘടനാ നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. എന്നാൽ ഭൂരിഭാഗം പേരും നൽകിയ മൊഴിക്ക് വിപരീതവും വിശദാംശങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളും നടത്താതെയാണ് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് സാക്ഷികൾ ആരോപിക്കുന്നത്. ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി, ലോകായുക്ത തുടങ്ങിയവർക്ക് പരാതി നൽകി. രാജാക്കാട് ശ്രീകൃഷ്ണ ഹോട്ടൽ നടത്തുന്ന അനിൽ തെങ്ങുംകുടി എന്നയാളെ എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു മയക്കുമരുന്ന് കേസ് നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എക്സൈസ് ജോയിന്റ് കമ്മീഷണർ മോഹൻ സാറും അതുപോലെ തന്നെ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ രാധാകൃഷ്ണൻ സാറും ഈ നാട്ടിലെ വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുടെയും എല്ലാം മേധാവികളുമായിട്ട് അവരുടെ മൊഴി എടുത്തിരുന്നു. അതിൽ ബഹുമാന്യനായ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ രാധാകൃഷ്ണൻ സാറ് എടുത്ത മൊഴി പിന്നീടത് അവരറിയാതെ മാറ്റിയതായി അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ ജനുവരി 19 ഇടുക്കി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി കറപ്ഷൻ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ വർഗീസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം 1 കിലോയിലധികം വരുന്ന ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നതിന് വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് അതിൻ്റെ റിപ്പോർട്ടിൽ വന്നത് എന്നുള്ളത്. അനിൽ എന്ന് പറഞ്ഞ ആൾ രാജാക്കാട് ടൗണിൽ കച്ചവടം നടത്തി വരുന്ന ആളാണെന്നും അതല്ലാതെ അയാൾ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അതുപോലെ തന്നെ മറ്റ് യാതൊരു വിധത്തിലും അയാളുടെ വരുമാന സ്രോതസ്സിനെ പറ്റിയൊന്നും ഞാനിവിടെ യാതൊരു കാരണവശാലും പരാമർശിക്കപ്പെട്ടില്ല. അയാളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. കച്ചവടം സംബന്ധിച്ച് അയാളുടെ കാര്യങ്ങൾ മാത്രമാണ് പരാമർശിക്കുന്നത്. എങ്കിൽ അതിന് വിരുദ്ധമായിട്ട് ഞാൻ അയാളുടെ തൊഴിലാളികളുടെ തിരോധാനത്തെപ്പറ്റി വരെ ഇവിടെ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രതിയെ പിടികൂടുവാൻ സാധിച്ചില്ലെന്നും നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ ടൂൾ ബോക്സിൽ നിന്നുമാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതെന്നുമാണ് ഉദ്യോഗസ്ഥ സംഘം വിശദീകരിച്ചത്. ഇടുക്കിയിൽ കണ്ടത് മാവോയിസ്റ്റുകളെയല്ലെന്ന് പോലീസ്. എന്നാൽ മാവോയിസ്റ്റുകൾ ജില്ലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. കേരള തമിഴ്നാട് അതിർത്തി വനമേഖലയിൽ കണ്ട സംഘം മാവോയിസ്റ്റുകളല്ലെന്ന് പോലീസ്. തമിഴ്നാട് ലോവർ പെരിയാറിന് സമീപമുള്ള കുടിയിലെ ആദിവാസികളാണ് വനത്തിൽ കണ്ടതെന്നാണ് പോലീസ് റിപ്പോർട്ട്. തേനെടുക്കാൻ വനത്തിൽ പോയ ഇവരെ മാവോയിസ്റ്റുകളാണെന്ന് തിരിച്ചറിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
15 പേരടങ്ങുന്ന അജ്ഞാത സംഘത്തെ 18-നാണ് വനത്തിൽ കണ്ടത്. പുല്ലുചെത്താൻ വനാതിർത്തിയിൽ ചെന്നവർ സംശയാസ്പദമായ രീതിയിൽ ആളുകൾ വനത്തിനുള്ളിലൂടെ പോകുന്നത് കാണുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഉൾവനത്തിൽ പുകയൂർന്ന മേഖലയിലും പോലീസ് തെരച്ചിൽ നടത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ ആദിവാസി കുടിയിൽ നിന്നുള്ളവരെയാണ് കണ്ടതെന്ന് മനസ്സിലായത്. കുടിയിലെത്തിയവരെ കണ്ടെന്നും തേനെടുക്കാൻ ആ ദിവസം വനത്തിലുണ്ടായിരുന്നെന്നും ഇവർ സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. മുൻപും മറയൂർ ഭാഗങ്ങളിൽ കാട്ടിനുള്ളിൽ അജ്ഞാത സംഘത്തെ കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തെരച്ചിലിൽ ആരെയും കണ്ടെത്താനായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് കട്ടപ്പന. ഇടുക്കിയുടെ സൗന്ദര്യം ആവോളം നുകരാൻ ഹൈഡൽ ടൂറിസം പദ്ധതി ഒരുങ്ങുന്നു. ഇലക്ട്രിക് ബസ്, ലേസർ ഷോ തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് KSEB പദ്ധതി തയ്യാറാക്കുന്നത്. ലോകപ്രശസ്തമായ ഇടുക്കി ആർച്ച് ഡാമിന്റെ താഴ്വാരത്ത് ലേസർ ഷോ ഒരുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇതിൽ പ്രധാനം. അണക്കെട്ടിന്റെ താഴ്വാരത്തു നിന്ന് 500 മീറ്റർ അകലെ പ്രത്യേക പ്ലാറ്റ്ഫോം തയ്യാറാക്കിയാണ് ലേസർ ഷോയ്ക്കായി അരങ്ങ് ഒരുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി. ഇടുക്കി അണക്കെട്ടിനോട് ചേർന്നുള്ള വൈശാലി ഗുഹയിൽ അക്വേറിയം നിർമ്മിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. അണക്കെട്ടുകൾ സന്ദർശിച്ച് എത്തുന്നവർക്ക് ഇവിടെ വിശ്രമിക്കുന്നതിന് പാർക്കും ഒരുക്കും. ഇടുക്കി ആലൻചുവടിൽ നിന്നും വൈശാലി ഗുഹയിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടത്തും. ചെറുതോണി അണക്കെട്ടിനോട് ചേർന്ന് വൈദ്യുതി വകുപ്പ് വർഷങ്ങൾക്കു മുൻപ് നിർമ്മിച്ച കൊലുമ്പൻ സ്മാരകത്തിന്റെയും അനുബന്ധമായുള്ള പാർക്കിന്റെയും നവീകരണവും ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ലക്ഷ്യമിടുന്നുണ്ട്. കാടുമൂടിക്കിടന്ന ഇവിടം നവീകരിക്കാനുള്ള പദ്ധതികൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം നെടുങ്കണ്ടത്തിന് നഷ്ടമാകുന്നു. സ്വന്തമായ സ്ഥലവും കെട്ടിടവുമില്ല എന്ന കാരണത്താലാണ് ജില്ലാ അതിർത്തിയായ എറണാകുളത്തേക്ക് കേന്ദ്രം മാറ്റുവാൻ നീക്കം നടക്കുന്നത്. 2008-ൽ വാടകയോ വൈദ്യുതി നിരക്കോ ഈടാക്കാതെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വിട്ടുനൽകിയ കെട്ടിടത്തിലാണ് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. അന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥല സൗകര്യം അന്വേഷിച്ചെങ്കിലും മറ്റെവിടെയും സ്ഥലം വിട്ടുകിട്ടിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളിലൂടെ മൂലധനം കണ്ടെത്തി സ്വയം തൊഴിൽ ആരംഭിക്കുന്നവർക്ക് 15 ദിവസം വരെയാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ജില്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങൾ, KFC, ഖാദി മന്ദിർ, ഖാദി ബോർഡ്, വില്ലേജ് ഇൻഡസ്ട്രീസ്, ജില്ലാ ഇൻഡസ്ട്രിയൽ സെന്റർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപാദന സേവന മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കാനായി മൂലധനം കണ്ടെത്തുന്നവരാണ് ഇവിടെ പരിശീലനത്തിനെത്തുക. പരിശീലനത്തിനെത്തുന്നവർക്കും പരിശീലകർക്കും എളുപ്പം എത്താനാകില്ല എന്നും സ്വന്തം സ്ഥലവും കെട്ടിടവുമില്ല എന്നുമാണ് കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ അധികൃതർ നിരത്തുന്ന ന്യായം. 2008 മുതൽ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം നെടുങ്കണ്ടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് തന്നെ ഈ കെട്ടിടം സൗജന്യമായി കൊടുത്ത്, കറണ്ട് സൗജന്യമായി കൊടുത്ത്, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി ഓഫീസ് പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 2008 മുതൽ ഇവിടെ ഈ പദ്ധതി, ഈ പരിശീലന കേന്ദ്രം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അവർക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി നെടുങ്കണ്ടത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള സ്ഥലം കൊടുക്കാം എന്ന് അവരെ രേഖാമൂലം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ലീഡ് ബാങ്കിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ളവർ വന്ന് ഈ 2 സ്ഥലവും കണ്ടിട്ട് പോയതിന് ശേഷവും അവർ തൊടുപുഴയ്ക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം താലൂക്കുകളിലെ സംരംഭകർക്ക് എളുപ്പം എത്താവുന്ന പ്രദേശമാണ് നെടുങ്കണ്ടം. മികച്ച ഗതാഗത സൗകര്യമുള്ള നെടുങ്കണ്ടത്തേക്ക് പരിശീലകരെ എളുപ്പത്തിൽ എത്തിക്കാനാവില്ല എന്നതും ബാലിശമായ കാരണമാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടവേള. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല
ഒന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ജില്ലയിൽ പുകയില നിയന്ത്രണം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു. പുകയിലയുടെ വിൽപ്പനയും പൊതുസ്ഥലത്തെ ഉപയോഗവും കർശനമായി നിയന്ത്രിക്കും. പുകയില നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുക, ജില്ലാ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ജില്ലയിലെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ബോധവൽക്കരിക്കുക, ബാറുകളും സിനിമാശാലകളും പുകവലി വിമുക്തമാക്കാൻ നടപടികൾ സ്വീകരിക്കുക, പുകയില നിയന്ത്രണ നിയമം അനുശാസിക്കുന്ന ആരോഗ്യ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയാനുള്ള നടപടികൾ ശക്തമാക്കുക എന്നിവ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് കട്ടപ്പന. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണങ്ങൾ നിറച്ച് വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വരവായി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഉണ്ണിയേശുവിന്റെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കാനായി പള്ളികളിലെത്തും. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഹൈറേഞ്ചിലെ വിവിധ പള്ളികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 25 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷം ക്രൈസ്തവർ ഇന്ന് രാത്രി പ്രാർത്ഥനകളോടെ ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കും. 25-ന് പുലർച്ചെ അവസാനിക്കുന്ന രീതിയിലാണ് പള്ളികളിൽ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ രാത്രി 11:30-ന് ചടങ്ങുകൾ ആരംഭിക്കും. രാത്രി 12-ന് പാതിരാ കുർബാന ആരംഭിക്കും. തുടർന്ന് രാവിലെ 6 മണിക്കും 7:30-ന് വിശുദ്ധ കുർബാന നടക്കും. സൺഡേ സ്കൂൾ കുട്ടികളും മിഷൻ ലീഗ് കുട്ടികളും തയ്യാറാക്കിയ നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളും പുൽക്കൂടുകളും ഇത്തവണ ആഘോഷങ്ങൾക്ക് മോടി കൂട്ടും. നോയമ്പിൽ 24 ദിവസവും പ്രത്യേക നിയോഗങ്ങളോടെയാണ് വിശ്വാസികൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത്. ദൈവം നൽകിയ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിനമാണ്. സ്നേഹത്തിൻ്റെ ഒരു ദിവസമാണ് നമുക്ക് പറയാം. കാരണം പിതാവായ ദൈവം തൻ്റെ ഏകസുതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക. ഇത് വ്യക്തമാക്കുക ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹമാണ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ ക്രിസ്മസിനെ ക്രൈസ്തവർ ഒരുങ്ങിക്കഴിഞ്ഞു. മഞ്ഞണിഞ്ഞ രാത്രിയെ സാക്ഷിയാക്കി തിരുപ്പിറവിയെ വരവേൽക്കാനായി സമാധാനത്തിന്റെയും ശാന്തിയുടെയും വറ്റാത്ത ഉറവകൾ സമ്മാനിച്ച് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്ന് രാത്രി ദിവ്യബലിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ് വിഷൻ. ക്രിസ്തുമസ് കാർഡിലൂടെ നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം കൈമാറാനായി കാർഡ് വാങ്ങുന്ന തിരക്കിലാണ് കുട്ടികൾ. കുട്ടികളെ ആകർഷിക്കുവാനായി വിവിധ തരത്തിലുള്ള കാർഡുകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണങ്ങൾ നിറച്ച് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. ക്രിസ്മസിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് കുട്ടികളെല്ലാവരും. ഞങ്ങൾ സ്കൂളിൽ ക്രിസ്മസ് കാർഡ് ഫ്രണ്ട് ഇട്ടു. എനിക്ക് കിട്ടിയ ഫ്രണ്ടിനെ ഞാൻ വലിയൊരു കാർഡാണ് മേടിച്ചെടുത്തത്. അതിനകത്ത് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയായിരുന്നു. വലിയൊരു കാർഡായിരുന്നു. അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നോട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു കാർഡായിരുന്നു അത്. പാതിരാ കുർബാന കഴിഞ്ഞാണ് പല പള്ളികളിലും സൺഡേ സ്കൂൾ കുട്ടികൾ ഗിഫ്റ്റുകൾ കൈമാറുന്നത്. അതിനാൽ തന്നെ കടകളിലെല്ലാം തന്നെ നല്ല തിരക്കാണ്. ക്രിസ്മസ് ഫ്രണ്ടിന് കാർഡ് കൊടുക്കാതെ പറ്റില്ലല്ലോ. അതിനാൽ തന്നെ കാർഡുകളാണ് കൂടുതലും വിറ്റുപോകുന്നത്. 10 രൂപ മുതൽ 350 രൂപ വരെ വിലയുള്ള കാർഡുകൾ ലഭ്യമാണെങ്കിലും 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയിലുള്ള കാർഡിനാണ് ആവശ്യക്കാർ കൂടുതൽ. ഉണ്ണീശോയും തിരുക്കുടുംബവും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസുമെല്ലാമാണ് കാർഡിലെ താരങ്ങൾ. തുറക്കുമ്പോൾ ജിംഗിൾ ബെൽസ് പാട്ട് കേൾക്കുന്ന കാർഡുകളും ലഭ്യമാണ്. ക്രിസ്മസ് കാർഡുകൾ കൈമാറുമ്പോൾ ഓരോ വ്യക്തികളും പരസ്പരം കൈമാറുന്നത് സ്നേഹത്തിന്റെ സന്ദേശം കൂടിയാണ്. അതിനാൽ ഓരോ ക്രിസ്മസ് കാർഡും നന്മയുടെ പ്രതീകങ്ങളാകുന്നു. ജിസ്മി കുര്യാക്കോസ്, ഇടുക്കി നെറ്റ് വിഷൻ. കട്ടപ്പന സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. സ്നേഹാശ്രമത്തിലെ അന്തേവാസികളുടെ വസ്ത്രങ്ങൾ കഴുകിയും പരിസരം വൃത്തിയാക്കിയുമായിരുന്നു വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ആഘോഷം. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ 20 ഏക്കർ സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാൻ എത്തിയത്. 50 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് സ്നേഹാശ്രമത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചത്. വിദ്യാർത്ഥികൾ 3 ബാച്ചുകളായി തിരിഞ്ഞാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അന്തേവാസികളുടെ മലിനമായ വസ്ത്രങ്ങൾ വിദ്യാർത്ഥികൾ കഴുകി വൃത്തിയാക്കി. ഇതോടൊപ്പം അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളും അടുക്കളയും കഴുകി വൃത്തിയാക്കി. തുടർന്ന് അന്തേവാസികളോടൊപ്പം വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. അമിത ലഹരി മരുന്ന് ഉപയോഗം മൂലം മാനസിക നില തെറ്റുകയും പിന്നീട് ചികിത്സയിലൂടെ പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്തുകയും ചെയ്ത അന്തേവാസികൾ തങ്ങളുടെ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കിട്ടു. ഇന്നത്തെ യുവതലമുറയെ സേവനസന്നദ്ധരാക്കിക്കൊണ്ട് സാമൂഹ്യ ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കുക എന്നതാണ് ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാശ്രമത്തിലെത്തിയതിന്റെ ലക്ഷ്യമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ സനീഷ് തോമസ് ഇടുക്കി നെറ്റ് വിഷനോട് പറഞ്ഞു. ക്രിസ്മസിന്റെ മുന്നോടിയായിട്ടാണ് കുട്ടികൾക്ക് നല്ലൊരു ക്രിസ്മസ് സന്ദേശം ലഭിക്കട്ടെ എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് 20 ഏക്കറിലെ അസീസി സ്നേഹാശ്രമം സന്ദർശിച്ച് അന്തേവാസികളുമായിട്ട് ഒരു ക്രിസ്മസ് ആഘോഷം നടത്തുക എന്നാഗ്രഹിച്ചത്.
സ്നേഹാശ്രമത്തിലെത്തിയ വിദ്യാർത്ഥികളെ ക്രിസ്തുമസ് കേക്ക് നൽകിയാണ് ആശ്രമം അധികൃതർ യാത്രയാക്കിയത്. 20-ാം തീയതി മുതൽ തൊവരിയാർ ഇൻഫന്റ് ജീസസ് പള്ളി പാരിഷ് ഹാളിൽ നടന്നുവരുന്ന NSS ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. അനുവനിൽ, ഇടുക്കി നെറ്റ് വിഷൻ. മഞ്ഞണിഞ്ഞ രാത്രിയെ സാക്ഷിയാക്കി തിരുപ്പിറവിയെ ലോകം വരവേൽക്കുമ്പോൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വറ്റാത്ത ഉറവകൾ സമ്മാനിച്ച് ആയിരക്കണക്കിന് കരോൾ സംഘങ്ങൾ ഇന്ന് രാത്രി കരോൾ ഗാനങ്ങൾ ആലപിക്കും. തമ്പേറ് കൊട്ടി കൈത്താളങ്ങളോടെ പാട്ടുകൾ ആർത്തുപാടി വീട് വീടാന്തരം കയറി തിരുപ്പിറവി അറിയിക്കുന്ന ക്രിസ്മസ് പാട്ടുകാരെ ആർക്കും മറക്കാൻ സാധിക്കുകയില്ല. AD 1-ാം നൂറ്റാണ്ട് മുതൽ കാരൾ സമാനമായ ഗാനസംഘങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവ ക്രിസ്തീയ ചൈതന്യധാരയിൽ ഉണ്ടായിരുന്നവയല്ല. AD 129 റോമിലെ ബിഷപ്പ് ക്രിസ്തീയ ഗാനങ്ങളും മാലാഖമാരുടെ ഗീതങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയതായി ചരിത്രം സൂചിപ്പിക്കുന്നു. ഇന്നത്തെ രീതിയിലുള്ള കരോൾ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇതേക്കുറിച്ചൊരു കഥയുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ ക്രിസ്മസ് കാലം അതിശൈത്യമുള്ള രാത്രിയിൽ കരോൾ പേൾസ് എന്ന കൊച്ചു പെൺകുട്ടിയെ കാണാതായി. കുട്ടിയെ തേടി ബന്ധുക്കളും അയൽവാസികളുമെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി പാട്ടുപാടി വാതിൽ തോറും മുട്ടി. ഈ സംഭവത്തോടെയാണ് ക്രിസ്മസ് ഗാനസംഘങ്ങൾക്ക് കാരൾ എന്ന പേര് വീണതെന്ന് പറയപ്പെടുന്നു. കാരൾ എന്ന വാക്കിന് നൃത്തഗാനം, വട്ടം ചുറ്റി നൃത്തം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ജിസ്മി കുര്യാക്കോസ്, ഇടുക്കി നെറ്റ് വിഷൻ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഔദ്യോഗിക വിഭാഗം പിടിച്ചടക്കി. 16-ൽ 14 കമ്മിറ്റി അംഗങ്ങളും ഔദ്യോഗിക പക്ഷക്കാർ. VR സജിയെ കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച 3 പേർ ഒഴിവായി. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മയക്കുമരുന്ന് മാഫിയ ബന്ധം ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. എക്സൈസ് വകുപ്പ് അഡീഷണൽ കമ്മീഷണർ സാക്ഷിമൊഴി തിരുത്തി റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് പരാതി ഉയരുന്നത്. എക്സൈസ് കസ്റ്റഡിയിൽ നിന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെട്ടു. വാറ്റുകേസിൽ പിടിയിലായ അച്ചക്കട പല്ലാമറ്റത്തിൽ സുരേഷ് മണിയാണ് കടന്നുകളഞ്ഞത്. ഇടുക്കിയിൽ കണ്ടത് മാവോയിസ്റ്റുകളെയല്ലെന്ന് പോലീസ്. എന്നാൽ മാവോയിസ്റ്റുകൾ ജില്ലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണങ്ങൾ നിറച്ച വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വരവായി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. I think it's time I... അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം.